ഇൻഎക്സ്പെൻസീവായ ഗിയറുകൾ കൊണ്ട് നമ്മൾക്ക് സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ വില കുറഞ്ഞ സ്പീഡ് ലൈറ്റും 100 രൂപ മാത്രം വിലയുള്ള ഈ ചെറിയ അംബ്രലയുമാണ്. ഹലോ നമസ്കാരം, എൻ്റെ പേര് അരുൺ ജോസഫ്. ഞാനൊരു ഫാഷൻ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്. കാഷുകൾക്കും അതിന്റെ മോഡിഫയറുകൾക്കും വളരെയധികം വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒറ്റ കാരണത്താൽ തങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ നാച്ചുറൽ ലൈറ്റ് മാത്രം ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ എയിം ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. കൂടാതെ ബജറ്റ് ഒരു പ്രശ്നമായിട്ടുള്ള ബിഗിനർ ഫോട്ടോഗ്രാഫർമാർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഏതൊരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറെയും കിറ്റ് നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഇത്തരം സ്പീഡ് ലൈറ്റുകൾ. പക്ഷെ ഒരു ഇവന്റ് എടുക്കുവാനോ ഫംഗ്ഷൻ എടുക്കുവാനോ വേണ്ടി മാത്രം ഈ സ്പീഡ് ലൈറ്റുകളെ നമ്മൾ ഒതുക്കി കാണാറുണ്ട്. ക്രിയേറ്റിവിറ്റിയിലെ കുറവെന്നും സ്കില്ലിലെ കുറവെന്നും പറഞ്ഞ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഫോട്ടോഗ്രാഫേഴ്സ് ഫീൽഡ് ഔട്ട് ആയി പോകുന്ന ഈ കാലത്ത് നമ്മളുടെ തന്നെ കിറ്റിലുള്ള ഇത്തരം ഇൻഎക്സ്പെൻസീവായ ഗിയറുകൾ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റണ്ണിംഗ് ആയ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പ് പ്രോസസ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ക്യാമറയുടെ LCD സ്ക്രീൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് നേരെ കാണിക്കുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ സ്പീഡ് ലൈറ്റിന് നമ്മൾ ഒരു ഓൺ ക്യാമറ ഫ്ലാഷ് ആയിട്ട് ഉപയോഗിച്ച് നോക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പോലെ തന്നെ എനിക്കും അറിയാം ഇതിൽ നിന്നൊരു സ്റ്റണ്ണിംഗ് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ നിലവിലെ ക്യാമറ സെറ്റിംഗ്സ് 250 ഷട്ടർ സ്പീഡ്, അതുപോലെ അപ്പേർച്ചർ 2.0, ISO 100. നമുക്കൊരു ഫോട്ടോ എടുത്തു നോക്കാം. ഈ ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ഒരു അണ്ടർ എക്സ്പോസ്ഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഫ്ലാഷിന്റെ പവർ വർദ്ധിപ്പിക്കേണ്ടതായി വരും. നമ്മുടെ സ്പീഡ് ലൈറ്റിന്റെ പവർ ഞാൻ 1/8 ആണ് സെറ്റ് ചെയ്തിരുന്നത്. നമുക്കത് 1/2 ആക്കി മാറ്റേണ്ടി വരും. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ ഒരു ഇമേജ് നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഇമേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ സ്പീഡ് ലൈറ്റ് നമ്മളുടെ ക്യാമറയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് നമുക്കൊരു ഓഫ് ക്യാമറ ഫ്ലാഷ് ആയിട്ട് ഉപയോഗിച്ച് നോക്കാം. ഈ സ്പീഡ് ലൈറ്റ് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മളുടെ ഒരു ലൈറ്റ് സ്റ്റാൻഡിലോട്ട് ഘടിപ്പിക്കാൻ സാധ്യമല്ല. അതിന്റെ പേരിൽ ഗോഡോക്സിന്റെ തന്നെ S2 ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ പേരിൽ വരുന്ന ഈ ഒരു അറ്റാച്ച്മെന്റിലോട്ട് ഞാൻ നമ്മുടെ സ്പീഡ് ലൈറ്റ് അറ്റാച്ച് ചെയ്യുകയാണ്. നമ്മുടെ സബ്ജക്റ്റിന്റെ ഹൈറ്റിനോട് ആനുപാതികമായിട്ട് നമ്മളെ ലൈറ്റ് സ്റ്റാൻഡിന്റെ ഹൈറ്റും വർദ്ധിപ്പിക്കുകയാണ്. സബ്ജക്റ്റിനോട് ഏകദേശം ഒരു 6 അടി മാറിയാണ് നമ്മൾ ഈ ലൈറ്റ് സ്റ്റാൻഡ് പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഗോഡോക്സ് ബ്രാൻഡിന്റെ TT685 എന്ന് പറഞ്ഞ സ്പീഡ് ലൈറ്റ് ആണ്. അതിന്റെ പേരിൽ അതിനെ റിമോട്ടായിട്ട് ട്രിഗർ ചെയ്യാനായിട്ട് ഗോഡോക്സിന്റെ X1 എന്ന് പറഞ്ഞ ട്രിഗർ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ക്യാമറ സെറ്റിംഗ്സിലോ ഫ്ലാഷിന്റെ പവറിന്റെ സെറ്റിംഗ്സിലോ യാതൊരു വ്യത്യാസമില്ല. നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. നമുക്ക് വളരെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയേക്കുന്നത്. ഡോണ്ട് വറി, നമുക്ക് പരിഹരിക്കാം. ഇതിന് കാരണം നമ്മളുടെ ഓൺ ക്യാമറ ഫ്ലാഷ് ആയിട്ട് സ്പീഡ് ലൈറ്റ് ഉപയോഗിച്ച സമയത്ത് സീലിംഗിൽ അടിച്ചു വരുന്ന പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ മുഖത്തേക്ക് ചെന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു ഡയറക്റ്റ് ലൈറ്റ് സോഴ്സ് ആയിട്ട് ചെന്നു. അതിന്റെ പേരിൽ അതിന്റെ പ്രകാശം കൂടി അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂടി, അതുകൊണ്ടാണ് നമുക്കൊരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇമേജ് ഇവിടെ കിട്ടിയത്. സോ ഞാനിവിടെ ഒരു ഗസ് വർക്ക് ചെയ്യുകയാണ്. 1/2 ആണ് നമ്മുടെ സ്പീഡ് ലൈറ്റിന്റെ പവർ. ഞാനിവിടെ ഒരു 1/8 ഉയർത്തിയ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. ഇപ്പോഴും വളരെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു സ്റ്റെപ്പിനുള്ളിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും. നമ്മുടെ ഫ്ലാഷിന്റെ പവർ വീണ്ടും ഒരു 1/64 കുറയ്ക്കുകയാണ്. ഈ ഇമേജ് വളരെ അക്സെപ്റ്റബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ ഈവൺ ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന ഏഞ്ചലിനെ നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യാൻ ഈ ഇമേജിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു ഷാഡോ സബ്ജക്റ്റിന്റെ ബാക്കിൽ വന്നിരിക്കും. സോ നമ്മളെ ലൈറ്റിന്റെ ക്വാളിറ്റി ഒന്ന് സോഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ സ്പീഡ് ലൈറ്റിന്റെ ഫ്രണ്ടിലോട്ട് ഈ വെള്ളക്കൊട അഥവാ ഷൂട്ട് ത്രൂ അംബ്രല്ല അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ പ്രൈസ് വെറും 100 രൂപ മാത്രമാണ്. സോ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് നമുക്ക് എടുത്തു നോക്കാം. ഈ ഒരു ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വളരെ ഈവൺ ആയിട്ടുള്ള എക്സ്പോഷർ ആണ് നമ്മുടെ സബ്ജക്റ്റിന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റിന്റെ ബാക്കിൽ കണ്ട ഒരു ഷാഡോന്റെ ക്രിസ്പിനെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗാഢത ഓവറോൾ ആയിട്ടൊന്ന് ഡിക്രീസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾക്ക് രണ്ടാമത് കിട്ടിയ ഇമേജ് സ്ലൈറ്റ്ലി അണ്ടർ എക്സ്പോസ്ഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഫ്ലാഷിന്റെ പവർ ലേശം കൂടി ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലാഷിന്റെ പവർ 1/16 ആണ്. നമ്മൾക്കൊന്ന് പരീക്ഷ നോക്കാം. ഈ ഫോട്ടോ റിവ്യൂ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊരു കറക്റ്റ്ലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ സെറ്റപ്പിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കിയാലോ.
നമ്മൾ ആദ്യത്തെ ലൈറ്റിംഗ് സെറ്റപ്പിലുള്ള ഫോട്ടോസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെറ്റപ്പിനായി നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് ആവുന്ന ഏഞ്ചലിനെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലൈറ്റിനെയും നമ്മളൊന്ന് ഫ്രണ്ടിലോട്ട് കയറ്റുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഞ്ചലും ലൈറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കുറച്ചിട്ടുണ്ട്. സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു അടിസ്ഥാനമുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോ അഥവാ ലൈറ്റ് ഫാൾ ഓഫ് തിയറി എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലൈറ്റ് സഞ്ചരിക്കുന്നതോറും അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഫ്ലാഷ് പവറിനോ അല്ലെങ്കിൽ ക്യാമറ സെറ്റിംഗ്സിനോ യാതൊരു വ്യത്യാസമില്ല. നമുക്കൊരു ഫോട്ടോ ഏഞ്ചൽ എടുത്തു നോക്കാം. പ്രോബബ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓവർ എക്സ്പോസ്ഡ്. സോ നമ്മൾ കണക്കൂട്ടിയ പോലെ തന്നെ ഇമേജ് ഓവർ എക്സ്പോസ് ആണ്. നമ്മുടെ സബ്ജക്റ്റും ലൈറ്റ് സോഴ്സും തമ്മിലുള്ള അകലം കുറഞ്ഞതാണ് അതിന് കാരണം. നിലവിലെ നമ്മുടെ സ്പീഡ് ലൈറ്റിന്റെ പവർ 1/16 ആണ്. നമുക്ക് ആ ഒരു പവർ കുറച്ച് നോക്കാം. ഞാൻ നമ്മുടെ സ്പീഡ് ലൈറ്റിന്റെ പവർ 16 നിന്നും 1/128 കുറച്ചിരിക്കുകയാണ്. ഈ പിക്ചറിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡാർക്കർ ആയിരിക്കുന്നു. അതുപോലെ സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചുകൂടെ ഐസോലേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ ഡെപ്ത് ഫീൽ ചെയ്യുന്നു, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മളിവിടെ ഫ്ലാഷ് ചേഞ്ച് ചെയ്തിട്ടില്ല, മോഡിഫയർ ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റിൽ അതൊക്കെ നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയ സാധനങ്ങളാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്തത് ആകെ നമ്മുടെ ലൈറ്റിന്റെ പൊസിഷനാണ്. ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിന്റെ പൊസിഷനുള്ള പ്രാധാന്യം ഈ ഫോട്ടോഗ്രാഫ് തന്നെ നിങ്ങളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ സെറ്റപ്പിൽ നമുക്ക് സമയം കളയാതെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്ത് നോക്കിയാലോ. എക്യുപ്മെന്റ് ആണോ ഫോട്ടോഗ്രാഫർ ആണോ പ്രധാനം? സോ ഇവിടെ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഓരോ ഫോട്ടോഗ്രാഫി എക്യുപ്മെന്റും ആസ് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളുടെ കയ്യിലുള്ള ടൂൾസ് ആണ് അല്ലെങ്കിൽ ആയുധങ്ങളാണ്. ഓരോ എക്യുപ്മെന്റേയും എങ്ങനെ പർപ്പസ്ഫുൾ ആയി അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റീവ് ആയി ഉപയോഗിക്കാമെന്ന് നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓരോ എക്യുപ്മെന്റും വേസ്റ്റ് ഓഫ് മണിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാഷ് വെച്ചിരിക്കുന്ന പൊസിഷൻ ഒരു 45 ഡിഗ്രി ആണെന്ന് പറയാം. അതായത് നമ്മുടെ സബ്ജക്റ്റിനോട് ഒരു 45 ഡിഗ്രി ചരിവിലാണ് നമ്മളിവിടെ ഒരു ഫ്ലാഷ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിന്റെ പൊസിഷൻ ഒരു 90 ഡിഗ്രിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. സോ നമുക്ക് നോക്കാം ഈ ഫ്ലാഷിന്റെ പൊസിഷനിങ് എങ്ങനെ നമ്മൾ ഫോട്ടോഗ്രാഫിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന്. ഇവിടെ നമ്മുടെ ഫ്ലാഷിന്റെ പവറിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. തൊട്ട് മുൻപ് എടുത്ത ഫോട്ടോഗ്രാഫിനോട് വളരെ സമാനമായ ഒരു ഫോട്ടോഗ്രാഫ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഫോട്ടോഗ്രാഫിന് കുറച്ച് വ്യത്യാസം വരുത്താൻ നമുക്കൊരു മാർഗ്ഗമുണ്ട്. നമ്മുടെ സബ്ജക്റ്റിന്റെ പോസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. ഏഞ്ചൽ ഒന്ന് 90 ഡിഗ്രിയിലോട്ട് ചരിഞ്ഞൊന്ന് പോസ് ചെയ്യാവും. ഏഞ്ചലിനെ നമ്മളൊന്ന് ചരിച്ച് പോസ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഈ ഫോട്ടോയിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാൻ സാധിക്കും ആ ലൈറ്റിന്റെ പാറ്റേണിൽ വന്ന വ്യത്യാസം. ആ ലൈറ്റ് എങ്ങനെയാണ് സബ്ജക്റ്റിന്റെ ജോ ലൈന് കുറച്ച് ഡെഫിനിഷൻ കൊടുക്കുന്നതെന്ന്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്ലാഷിന്റെ പൊസിഷൻ നമ്മൾ വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ ഫ്ലാഷിന്റെ പൊസിഷൻ 90 ഡിഗ്രിയിൽ നിന്ന് കുറച്ചുകൂടെ വർദ്ധിപ്പിച്ച് ഇങ്ങനെ വെക്കുകയാണ്. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഫോട്ടോ നല്ലൊരു ഫോട്ടോ അല്ല. കാരണം നമ്മളെ ലൈറ്റ് സബ്ജക്റ്റിന്റെ ബാക്കിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോട്ടോനെ നമ്മൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ സബ്ജക്റ്റിന്റെ പോസിൽ കുറച്ചുകൂടെ വ്യത്യാസം വരുത്താം. ഏഞ്ചൽ ഒന്ന് സൈഡിലോട്ട് നോക്കാവൂ, ഇടതുവശത്തോട്ട്. അത്ര വേണ്ട, കുറച്ചിങ്ങോട്ട് ചെരിഞ്ഞ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാൻ സാധിക്കും ആ ലൈറ്റിന്റെ പൊസിഷനിങ്ങിൽ വന്ന വ്യത്യാസം എത്രമാത്രം ഫോട്ടോഗ്രാഫിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോനെ നന്നാക്കുന്നു എന്നുള്ളത്. ഈ ഫോട്ടോഗ്രാഫിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ ലൈറ്റ് വന്നിരിക്കുന്നത് സബ്ജക്റ്റിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. അതുപോലെ നമ്മളൊരു ഷൂട്ട് ത്രൂ അംബ്രല ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു റാപ്പ് അറൗണ്ട് ലൈറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ലൈറ്റ് സബ്ജക്റ്റിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ കൂടെ നമ്മുടെ സബ്ജക്റ്റിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ഷാഡോ കൂടെ ലൈറ്റ് ഒന്ന് പൊതിയുകയാണ് അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് വിടുകയാണ്. ദാറ്റ് മീൻസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈറ്റ്. 100 രൂപയുടെ അംബ്രല വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്പീഡ് ലൈറ്റ്. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. നമ്മുടെ ഫെല്ലോ ഫോട്ടോഗ്രാഫേഴ്സിനോട് ഞാനൊരു കാര്യം ശക്തമായി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി മേലാൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറയരുത്. ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് നോളജ് വേണം, പ്രാക്ടീസ് വേണം. അതിനുവേണ്ടി നിങ്ങളുടെ സമയവും പണവും ചെലവാക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെള്ളിയാഴ്ച 6 മണിക്ക് കാണും. നിങ്ങൾ ഇൻസ്പയർ ചെയ്യാനും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും. സോ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം വളരെ ഉപകാരപ്രദമായ പുതിയൊരു ക്രിയേറ്റീവായ ടിപ്പുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ